നമ്മൾ കൊടുത്താൽ അവർ തിയേറ്ററിലോട്ട് വരും. അതല്ലാതെ ഈ സമരം, ബഹളം എന്നൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഇപ്പം സിനിമയോട് ഉള്ള സ്നേഹം കൂടി പോയി കിട്ടും എന്നുള്ളതാണ് ഒരു സിനിമാ പ്രവർത്തനം എന്നുള്ള രീതിയിൽ. സുരേഷ് ഏട്ടൻ അത് ഒന്ന് എടുത്തു ചാടി പറഞ്ഞു പോകുന്നുള്ളതാണ് എൻ്റെയും ഒരു അഭിപ്രായം. അത് എൻ്റെത് മാത്രമല്ല, ഞാനിപ്പോൾ നമ്മുടെ അമ്മയുടെ അഡ്ഹോക് കമ്മിറ്റി മെമ്പറും കൂടിയാണ്. അപ്പം നമ്മുടെ സംഘടനയ്ക്ക് അഡ്ഹോക് കമ്മിറ്റിക്ക് മൊത്തമുള്ള ഒരു അഭിപ്രായം അത് തന്നെയാണ്. അദ്ദേഹം പറയുന്നത് നാഥനില്ല കളരി എന്നാണ് അമ്മ എന്നൊരു സംഘടനയെ വിശേഷിപ്പിച്ചത്. ഒരിക്കലും അദ്ദേഹം, അല്ലെങ്കിൽ ആ ഒരു സംഘടന, ഒരു പ്രൊഡ്യൂസർ അസോസിയേഷൻ, ഏത് മലയാളത്തിലെ ഏത് അസോസിയേഷൻ ആണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ ഒരു വാക്ക് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു വിഷമത്തോടെ പറയേണ്ടതുണ്ട്. കാരണം അമ്മ ഒരിക്കലും നാഥനില്ല കളരിയല്ല. ഞങ്ങൾ പോയാ അഡ്ഹോക് കമ്മിറ്റി ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇതുവരെ ഒരു സംഘടനയും ചെയ്യാത്ത തരത്തിലുള്ളതാണ്. ഈ അടുത്ത് തന്നെ നമ്മുടെ അമ്മയുടെ കുടുംബ സംഗമം ഈ അടുത്ത് നടത്തുകയുണ്ടായി. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ അമ്മയിലെ ഒരുപാട് പേർക്ക് ഫ്രീ ആയിട്ടാണ് നമ്മളിപ്പം മരുന്നുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഫ്രീ ആയിട്ട് അവർക്ക് ആയുഷ്കാലം മുഴുവനുള്ള മരുന്നുകൾ എല്ലാ മാസവും അവർക്ക് എത്തത്തക്ക രീതിയിലുള്ള ഒരു സംഭവം തന്നെ അമ്മ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും മറ്റൊരു സംഘടനയ്ക്ക് ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പം നാഥനില്ല കളരി എന്ന് വിശേഷിപ്പിച്ചത് നമ്മളെല്ലാവരെയും ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അത് അമ്മയുടെ ഭാഗത്തു നിന്ന് നമ്മൾ അസോസിയേഷൻ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അമ്മയായിട്ട് ഇതിനു മുമ്പ് ഈ വിഷയം ചർച്ച ചെയ്തിരുന്നോ? അല്ല, അവർ നമ്മളെ അറിയിച്ചിരുന്നു ഈ വേതനം ഇതൊന്ന് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞ്. അപ്പം ഇപ്പം അഡ്ഹോക് കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റിക്ക് നമുക്ക് മറ്റ് അധികാരങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം നമ്മൾ അവരെ അറിയിച്ചു. അതായത് നമ്മളിപ്പം അഡ്ഹോക് കമ്മിറ്റി മാത്രമാണ് ഉള്ളത് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്തൊരു ജനറൽ ബോഡി വരും. ജനറൽ ബോഡി വരുമ്പോൾ മാത്രമേ നമുക്ക് അടുത്തൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വന്നെങ്കിൽ മാത്രമേ ഇതിനൊരു തീരുമാനമെടുത്ത് മുന്നിട്ടിറങ്ങിയ ഒരു ചർച്ചയ്ക്ക് തന്നെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പം അതുവരെ നമ്മളോടൊന്ന് സഹകരിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ അവരെ അറിയിച്ചിരുന്നു. പക്ഷെ അതും അവർ വകവയ്ക്കാതെയാണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇതൊക്കെ സമ്മേളനം വിളിച്ചിങ്ങനൊരു ഇതൊക്കെ പറഞ്ഞത്. ചോദ്യങ്ങൾ ചോദിച്ചവരോടും കൃത്യമായ മറുപടി പറഞ്ഞ ഷാജോണും ഏറെ ബഹുമാനത്തോടെ പറയട്ടെ. നമുക്ക് ഈ സിനിമയെക്കുറിച്ച് ചോദിക്കുകയും പറയുകയും ചെയ്താൽ നന്നായിരുന്നു. അക്വ കമ്മിറ്റി അല്ല ഞങ്ങളുടെ പ്രധാനം, ഞങ്ങളുടെ ചാട്ടുള്ളിയാണ് ഞങ്ങൾ പ്രധാനം. എന്ത് കമ്മിറ്റി? അല്ല, ഇതെല്ലാം നമ്മൾ പറയുമ്പോഴും ഇവരിതെല്ലാം പോകുമ്പോഴും എല്ലാം നമ്മുടെ ചാട്ടുള്ളിയുടെ ഇതായിട്ട് തന്നെ നാളെയാണെങ്കിലും വേറൊരു സിനിമ വരണമല്ലോ ചേട്ടാ. കാരണം ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട മേഖലയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വേദിയിൽ നമ്മൾ സിനിമയെ പറ്റി തന്നെ അല്ല സംസാരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ചാട്ടുള്ളി ഒപ്പം തന്നെ വരും. എനിക്ക് ഷൈനുമായിട്ട് വളരെ കുറച്ച് ദിവസമാണ്, എനിക്ക് തോന്നുന്നു 1-2 ദിവസം എനിക്ക് ഷൈനുമായിട്ട് കോമ്പിനേഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഷൈൻ അല്ലെങ്കിൽ തന്നെ ഒരു വൈബാണ്, അറിയാലോ. ഷൈൻ ഇപ്പോൾ അത് ലൊക്കേഷൻ ആവണമെന്നില്ല, എവിടെ ആണെങ്കിലും അദ്ദേഹം ഒരു വൈബ് തന്നെയാണ്. അദ്ദേഹം വരുന്ന സ്ഥലങ്ങളിലെല്ലാം ആ ഒരു വൈബ് അദ്ദേഹം സ്പ്രെഡ് ചെയ്യാറുണ്ട്, എല്ലാവരെയും വളരെ കംഫർട്ടാക്കി നിർത്തി. അപ്പം അത് വളരെ ഹാപ്പി ആയിരുന്നു ഷൈനും. അപ്പം ഞാനും വിശ്വസിക്കുന്നു നമ്മളെല്ലാവരും അതേപോലെ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിറയെ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഷൈനെ വെച്ച് ഷൂട്ട് ചെയ്യാൻ വല്ലാതെ കഷ്ടപ്പെട്ട് കാണുമെന്ന്. എനിക്കൊരിക്കലും അങ്ങനെ തോന്നിയില്ല. കാര്യം വളരെ എനർജിയുള്ള ഒരു ആർട്ടിസ്റ്റാണ് അദ്ദേഹം. ചിലപ്പോൾ ഷൈൻ വരാനൊരു സ്വല്പം ലേറ്റ് ആവും. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപര നമുക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. കാര്യം വന്നു കഴിഞ്ഞാൽ ഫുൾ എനർജിയോട് ഷൂട്ട് ചെയ്യും. അതിനകത്ത് യാതൊരു ഫുഡിൻ്റെ പ്രശ്നം അങ്ങനെ ഒന്നുമില്ല. അത് ആ ക്ലൈമാക്സ് ലൊക്കേഷനിലൊക്കെ മറ്റുള്ളവരൊക്കെ വളരെ നടന്ന് നീങ്ങാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് പുള്ളി പാറയിലേക്ക് ചാടി നടക്കുകയാണ്. ഒരു കുഴപ്പമില്ല, ഫൈറ്റ് എടുക്കുക, ഒരു പ്രശ്നവുമില്ല. നിൽക്കാൻ സ്ഥലമില്ലാത്ത ഒരു സ്ഥലങ്ങളാണ് അവിടെ. ശരിക്കും നിന്നാൽ വീഴും. അപ്പോൾ ശരിയാ സാറ് പറഞ്ഞു, ഈ പാറയിൽ ആ പാറയിലേക്ക് എടുത്തിയാടും. അതങ്ങനെ എടുത്തിയാടി ഞങ്ങളെല്ലാം ചെല്ലുന്നതിന് മുമ്പ് ആരാണെങ്കിലും ജീപ്പ് എടുത്താൽ വിട്ട് പോകും. പിന്നെ കൊടുക്കുന്ന ഭക്ഷണം മേടിച്ച് കഴിച്ചു.